വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കേരളത്തിൽ ബി.ജെ.പി. കാലുറപ്പിക്കാൻ പാടുപെടുമ്പോൾ പോലും മലയാളികൾ ബി.ജെ.പിയുടെ അടിവേരിളക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്ന് പുറത്തുവന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം. കേരളത്തിലാകെയുണ്ടായിരുന്ന ബി.ജെ.പിയുടെ നേമത്തെ അക്കൗണ്ടും ക്ലോസ് ചെയ്ത മലയാളികൾ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയെ തറ പറ്റിച്ചിരിക്കുകയാണ്. 32 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് പുറത്തു വന്നപ്പോൾ 16 സീറ്റുകളിൽ LDF വിജയം നേടി, 11 സീറ്റുകളിൽ UDFും വിജയിച്ചു. ബി.ജെ.പിക്ക് ആകെ ഒരിടത്തു മാത്രമേ വിജയിക്കാനായിട്ടുള്ളൂ. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 4 ഇടത്ത് വിജയിച്ചപ്പോഴാണ് ബി.ജെ.പി. ഒരു സീറ്റിലേക്ക് മാത്രം ചുരുങ്ങിയത്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും വിജയപ്രതീക്ഷയോടെയാണ് ബി.ജെ.പി. മത്സരിച്ചത്. എന്നാൽ ഈ വാർഡുകളിലൊന്നും ബി.ജെ.പിക്ക് വിജയിക്കാനായിട്ടില്ല എന്ന് മാത്രമല്ല, കൊല്ലം തേവലക്കരയിൽ ബി.ജെ.പിയുടെ സിറ്റിംഗ് വാർഡടക്കം ബി.ജെ.പിക്ക് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലം തേവലക്കര പഞ്ചായത്ത് 3-ാം വാർഡ് ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. എന്നാൽ ഈ സീറ്റ് UDFിൽ നിന്നുള്ള RSP സ്ഥാനാർത്ഥി G. പ്രദീപ് കുമാർ പിടിച്ചെടുക്കുകയായിരുന്നു. RSPയിലെ G. പ്രദീപ് കുമാർ 312 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ സീറ്റിൽ നിന്നും വിജയിച്ചു കയറിയത്. ബി.ജെ.പി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ വിജയിച്ചത് ഇടമലക്കുടിയിൽ നിന്ന് മാത്രമാണ്, അതും ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രം. ഇടമലക്കുടിയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ചിന്താമണി കാമരാജാണ് വിജയിച്ചത്. ഇഡലിപ്പാറ കുടിയിൽ CPM പഞ്ചായത്ത് അംഗം ഉത്തമ ചിന്നസ്വാമി മരണപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെടുപ്പിൽ ബി.ജെ.പിക്ക് 39 വോട്ടുകളാണ് ലഭിച്ചത്. LDFന് 38 വോട്ടുകളും UDFന് 15 വോട്ടുകളും കിട്ടി. ഒരു വോട്ടിനാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ ചിന്താമണി കാമരാജ ഈ സീറ്റിൽ നിന്നും വിജയിച്ചു കയറിയത്. നേരത്തെ പറഞ്ഞതുപോലെ ബി.ജെ.പി. ഈ ഉപതെരഞ്ഞെടുപ്പിലെ പല വാർഡുകളിലും മത്സരിച്ചത് വളരെ വലിയ വിജയപ്രതീക്ഷയോടുകൂടിയാണ്. എന്നാൽ ആ വിജയപ്രതീക്ഷയുള്ള വാർഡുകളിലൊന്നും ബി.ജെ.പിക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റ് പോലും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. ഇത്തരത്തിൽ ഇത്രയും വലിയ വിജയപ്രതീക്ഷയുമായി തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിനിറങ്ങിയ ബി.ജെ.പിക്ക് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായി എന്ന് മാത്രമല്ല, ആകെ ഒരു സീറ്റിൽ മാത്രമേ വിജയിക്കാനായിട്ടുള്ളൂ, അതും ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതും ബി.ജെ.പിയെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു വിജയമല്ല. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ബി.ജെ.പി. കാലുറപ്പിക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ അതൊന്നും മലയാളികൾക്കിടയിൽ വില പോകുന്നില്ല എന്നതിന്റെ തെളിവാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് നേരിട്ട തോൽവിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ആദ്യത്തെ സൂചന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരുവനന്തപുരം നേമത്തുണ്ടായിരുന്ന ആകെയുള്ള ഒരു സീറ്റും മലയാളികൾ ക്ലോസ് ചെയ്തിരുന്നു. അതിനു പിന്നാലെ ബി.ജെ.പിക്ക് ലഭിക്കുന്ന മറ്റൊരു തിരിച്ചടിയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ ഈ കനത്ത തോൽവി എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.